ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹി അള്ളാഹുവിന്റെ നാമത്തിൽ. അർ റഹ്മാനി പരമകാരുണികൻ, അർ റഹീം കരുണാനിധി. പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ. ഇന്നാ അഅ്തൈനാകൽ കൗസർ. വചനം 1. ഇന്നാ അഅ്തൈനാക, നിശ്ചയമായും നാം നിനക്കു നൽകി തന്നു. അൽ കൗസർ, ധാരാളമായുള്ളത്, വളരെ നന്മ. കൗസർ, നിശ്ചയമായും നാം നിനക്കു ധാരാളം നന്മകൾ നൽകിയിരിക്കുന്നു. ഫസല്ലി ലിറബ്ബിക വൻഹർ. വചനം 2. ഫസല്ലി, ആകയാൽ നീ നമസ്കരിക്കുക. ലിറബ്ബിക, നിന്റെ റബ്ബിന്. വൻഹർ, അറുക്കുകയും ചെയ്യുക, മൃഗബലി കൊടുക്കുകയും ചെയ്യുക. ആകയാൽ നിന്റെ റബ്ബിനു നീ നമസ്കരിക്കുകയും ബലി അറുക്കുകയും ചെയ്യുക. ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. വചനം 3. ഇന്ന ശാനിഅക, നിശ്ചയമായും നിന്നോട് ഈർഷ്യത കാണിക്കുന്നവൻ, പക വിദ്വേഷം കാണിക്കുന്നവൻ. ഹുവ, അവൻ തന്നെ. അൽ അബ്തർ, വാല അറ്റവൻ, മുറിഞ്ഞുപോയവൻ, ഭാവി നഷ്ടപ്പെട്ടവൻ. നിശ്ചയമായും നിന്നോട് വിദ്വേഷം വെക്കുന്നവൻ തന്നെയാണ് വാലറ്റവൻ അഥവാ ഭാവിയില്ലാത്തവൻ. അൽ കൗസർ എന്നാൽ ധാരാളമുള്ളത്, ധാരാളമായ നന്മ, വലിയ ധർമ്മിഷ്ഠൻ എന്നൊക്കെ അർത്ഥമാകുന്നു. ഇബ്നു അബ്ബാസ്, ഇക്രിമ, സഈദ് ബിൻ ജുബൈർ, മുജാഹിദ്, ഹസൻ ബസരി റളിയല്ലാഹു അൻഹും മുതലായ പലരും അൽ ഖൈറുൽ കസീർ, ധാരാളമായ നന്മ എന്നാണ് ഇവിടെ അർത്ഥം കൽപ്പിച്ചിരിക്കുന്നത്. ഇഹത്തിൽ വെച്ചും പരത്തിൽ വെച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അള്ളാഹു ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾ ധാരാളക്കണക്കിലുണ്ടെന്ന് പറയേണ്ടതില്ലല്ലോ. സ്വർഗത്തിൽ അള്ളാഹു നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകുന്ന ഹൗലുൽ കൗസർ എന്ന അരുവി അല്ലെങ്കിൽ തടാകമാണ് അതുകൊണ്ട് ഉദ്ദേശ്യമെന്ന് പല മഹാന്മാരും പ്രസ്താവിച്ചിട്ടുണ്ട്. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ചൂണ്ടിക്കാട്ടിയതുപോലെ ഇതും ഇതല്ലാത്തതുമടക്കം അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളും ആ വാക്കിൽ അടങ്ങുന്നുവെന്ന് വെക്കുന്നതിനാണ് കൂടുതൽ ഔചിത്യം കാണുന്നത്. ആ കണക്കറ്റ അനുഗ്രഹങ്ങളിൽ പ്രധാനമായ ഒന്നാണ് ഹൗലുൽ കൗസർ എന്നുള്ളതിൽ സംശയമില്ല. ആയിഷ റളിയല്ലാഹു അൻഹായോട് ഇന്ന അഅ്തൈനാക്കൽ കൗസർ, നിനക്ക് നാം കൗസർ നൽകിയിരിക്കുന്നു എന്ന വചനത്തെപ്പറ്റി ചോദിക്കപ്പെട്ടപ്പോൾ അതു നിങ്ങളുടെ നബിക്ക് സ്വർഗത്തിൽ നൽകപ്പെട്ടിട്ടുള്ള അരുവിയാണ് എന്ന് മറുപടി പറഞ്ഞതായി ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു. എന്റെ ഹൗല് 1 മാസത്തെ വഴി അകലമുള്ളതാണ്. അതിന്റെ ഭാഗങ്ങൾ സമമാണ് അഥവാ സമചതുരത്തിലാണ്. അതിലെ വെള്ളം പാലിനേക്കാൾ വെള്ളയായതും അതിന്റെ വാസന കസ്തൂരിയേക്കാൾ നല്ലതും അതിലെ കൂജ അഥവാ പാനപാത്രങ്ങൾ ആകാശത്തെ നക്ഷത്രങ്ങൾ കണക്കെയുള്ളതുമാകുന്നു. അതിൽ നിന്ന് ആരെങ്കിലും കുടിക്കുന്ന പക്ഷം അവന് ഒരു കാലത്തും ദാഹമുണ്ടാകുകയില്ല. ബുഖാരി, മുസ്ലിം. വേറെയും ഹദീസുകൾ ഹൗലുൽ കൗസറിനെ സംബന്ധിച്ച് വന്നിരിക്കുന്നു. ദൈർഘ്യം ഭയന്ന് കൂടുതൽ ഉദ്ധരിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം മതത്തിൽ അനാചാരങ്ങൾ ഉണ്ടാക്കി തീർക്കുന്നവർക്ക് അതിൽ നിന്ന് കുടിക്കുവാൻ സാധിക്കുന്നതല്ലെന്ന് ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിച്ച വേറെ ഒരു ഹദീസിൽ വന്നിട്ടുള്ളത് ഇവിടെ പ്രത്യേകം പ്രസ്താവ്യമാകുന്നു. മറ്റുള്ള പ്രവാചകന്മാർക്ക് ലഭിച്ചതുപോലെയുള്ള അനുഗ്രഹങ്ങൾക്ക് പുറമെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനിക്ക് പ്രത്യേകമായി ഇഹത്തിലും പരത്തിലും അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ നിരവധിയാണ്. അതുകൊണ്ട് അതിനു നന്ദിയായി നമസ്കാര കർമ്മവും ബലികർമ്മവും നിർവഹിക്കണമെന്ന് ഈ സൂറത്ത് മുഖേന അള്ളാഹു തിരുമേനിക്ക് ഉപദേശം നൽകുന്നു. ഈ ഉപദേശം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ വേണ്ടും വണ്ണം സ്വീകരിച്ചു വന്നിട്ടുണ്ട് താനും. രാത്രിയിൽ അധിക സമയം നിന്ന് നമസ്കരിക്കുന്നത് മൂലം അവിടുത്തെ കാലിൽ നീര് കെട്ടിപ്പോകുമായിരുന്നു. അവിടുത്തെ പാപങ്ങൾ അള്ളാഹു പുറത്തു തന്നിരിക്കെ ഇത്രത്തോളം വിഷമിക്കുന്നത് എന്തിനാണെന്ന് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചപ്പോൾ ഞാൻ ഒരു നന്ദിയുള്ള ആകേണ്ടതല്ലേ എന്നായിരുന്നു അവിടുന്ന് മറുപടി പറഞ്ഞത്. നമസ്കാരം വർദ്ധിപ്പിക്കുന്നതിൽ തിരുമേനിക്കുണ്ടായിരുന്ന അതീവ താൽപര്യം പ്രസിദ്ധമാണ്. മൃഗബലി നടത്തുന്ന കാര്യത്തിലും തിരുമേനി മുൻപന്തിയിൽ തന്നെയായിരുന്നു. വലിയ പെരുന്നാളിലും ഹജ്ജിന്റെയും ഉംറയുടെയും അവസാനത്തിലും ധാരാളം ബലികർമ്മം നടത്തുക,
അവിടുത്തെ പതിവായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ അവിടുത്തെ പ്രബോധന സംരംഭത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ തങ്ങൾ പ്രയോഗിക്കുന്ന എല്ലാ അടവുകളും പരാജയപ്പെടുന്നതിൽ ക്ഷുഭിതരായ ശത്രുക്കൾ തിരുമേനിയെക്കുറിച്ച് പലതും പറഞ്ഞുകൊണ്ടിരിക്കും. അക്കൂട്ടത്തിൽ മുഹമ്മദ് അധികം താമസിയാതെ മരണമടയും. അതോടെ ഈ പുത്തൻ പ്രസ്ഥാനവും നശിച്ചുകൊള്ളും. അവന് ആൺമക്കൾ ജീവിക്കുന്നില്ല. അതുകൊണ്ട് അവന്റെ പ്രാതിനിധ്യം ഏറ്റെടുക്കുവാൻ ആളുണ്ടാകുകയില്ല. ആകയാൽ അവന് ഇവിടെ ഭാവിയില്ല എന്നൊക്കെ പറഞ്ഞ് അവർ കൃതാർത്ഥത അടയും. ഇവരെക്കുറിച്ചാണ് അവസാനത്തെ സൂക്തത്തിൽ പ്രസ്താവിക്കുന്നത്. യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്നത് നേരെ മറിച്ചാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിദ്വേഷവും പകയും വെച്ചു പുലർത്തുന്ന അക്കൂട്ടരാണ് വാലറ്റവർ. അവർക്കാണ് പിന്തുടർച്ചയില്ലാത്തത്. അവരുടെ പേരും പ്രശസ്തിയുമാണ് നശിക്കാൻ പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്തുടർച്ചയും സ്മരണയും പ്രശസ്തിയുമെല്ലാം തന്നെ ലോകാവസാനം വരെ നിലനിൽക്കാതിരിക്കയില്ല എന്നൊക്കെയാണ് അവസാനത്തെ വചനത്തിൽ സൂചിപ്പിക്കുന്നത്. സംഭവിച്ചതും അങ്ങനെ തന്നെ. വല്ലാഹു ആലം.